നിങ്ങൾക്ക് അറിയാമല്ലേ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്. നമുക്കൊരു സിനിമയുടെ ലൊക്കേഷനിൽ പോകട്ടോ. സിനിമയെ പറ്റിയൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ സമയം രാവിലെ 6 മണിയാണ്. അതിപ്പോൾ ഒരു 6:45 ആവുന്ന സ്ഥലത്ത് എത്തിട്ടോ. വന്ന വഴി തന്നെ നമ്മൾ കടിഞ്ചായ കുടിച്ചിട്ടോ. കടിഞ്ചായ കിട്ടി നമുക്ക്. കടിഞ്ചായ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കടിഞ്ചായ കുടിച്ചു. മോഹൻലാലിൻ്റെ അതിമനോഹരം എന്ന് പറഞ്ഞ പടമില്ലേ, അതാണ് തരുൺമൂർത്തി സാറെല്ലാവരുള്ള പടം. അപ്പം ഫോണ് നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് ഇടാട്ടോ. മോഹൻലാൽ കരമൺ വന്നിട്ട് പെട്ടെന്ന് തന്നെ പോകട്ടോ. ജസ്റ്റ് കുറച്ചിരുന്നുള്ളൂ, കാരണം അദ്ദേഹത്തിന് ഷൂട്ടില്ലായിരുന്നു കേട്ടോ. തരുമൂർത്തി സാറുമായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിട്ടോ. കുറച്ച് നേരം ഉണ്ടാകാൻ പറ്റി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഇഡ്ഡലി മുട്ട പഴം ആണ്. പിന്നെ ഇഡ്ഡലി വേണ്ടാത്തവർക്ക് ദോശയുണ്ട്, പിന്നെ സാമ്പാറുണ്ട്. ഫുഡ് കഴിച്ചിട്ടാണ് ഷൂട്ട് തുടങ്ങിയത്. ചെറിയൊരു സീനാണ്, അതായത് നേരത്തെ എടുത്തതിൻ്റെ ബാലൻസ് ആട്ടോ. ഒരു ആക്സിഡൻറ്റ് സീനാണ് അവർ എടുക്കാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള എന്താ അവിടെ വരുന്ന പോലീസ് നോക്കാൻ വരുന്നതും പിന്നെ ഫയർഫോഴ്സ് ആ ബ്ലഡൊക്കെ കഴുകി കളയണതും അങ്ങനെ സീനൊക്കെ ആയിരുന്നു കേട്ടോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ഒരു ചായക്കടയും പിന്നെ ഒരു ചെറിയൊരു നോർമൽ ഒരു കടയൊക്കെ അവർ ഇട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സീനാട്ടോ എടുക്കണേ. ആക്സിഡൻറ്റ് സീൻ എടുത്തിട്ട് 2-3 ദിവസമായി. ഇപ്പോൾ അവിടെ ആക്സിഡൻറ്റ് നടന്ന സീനില്ലേ, അപ്പോൾ കഴിഞ്ഞിട്ടുള്ള സീനാട്ടോ എടുക്കണേ. അപ്പം റോട്ടിലൊക്കെ ബ്ലഡ് പറ്റിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഈ നമ്മുടെ തൊലിയൊക്കെ പോയ പോലെ സീൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് സീൻ കേട്ടോ. ഫയർഫോഴ്സ് വണ്ടി കിടക്കുന്നുണ്ട്, ആംബുലൻസ് കിടക്കുന്നുണ്ട്, പോലീസ് ഉണ്ട്, എല്ലാ വണ്ടിയും ഉണ്ട്. ബാക്കി വിശേഷം. പിന്നെ നമ്മൾ വേറെ ഒരു അനാവശ്യമായിട്ട് വീഡിയോ നിർത്തില്ല കേട്ടോ. ജസ്റ്റ് കണ്ടില്ലേ, അതോ തരുമൂർ സാറാണേ. ജസ്റ്റ് ഇങ്ങനെ ആൾക്കാർ നിൽക്കണേയും ക്യാമറ വെക്കണം മാത്രമായിട്ട് നമ്മൾ എടുത്തുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഒന്നും എടുക്കാൻ പോയിട്ടില്ല. അതൊക്കെ എടുക്കാതിരിക്കട്ടെ ഏറ്റവും നല്ലത്. പിന്നെ നമുക്കൊരു 10:30 ആകുമ്പോഴത്തേനും നമുക്ക് ഇതോടെ ജ്യൂസ് കിട്ടിയിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് പാക്കപ്പ് ആയിരുന്നു കേട്ടോ, കാരണം അവർ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഒരുപാട് 10-10:30 ആകുമ്പോഴത്തേനും പരിപാടി കഴിഞ്ഞിട്ടോ. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബില്ല് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കടയിലെ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ബനിയൻ വന്നിട്ടുണ്ട് കേട്ടോ. 399 രൂപ, 400 രൂപ ആയി കേട്ടോ. നല്ല ബനിയാണ്. അപ്പോൾ നമുക്കിനി ബനിയായിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടയെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വേറെ വീഡിയോ തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതേ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ കടയുടെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോ പറയാം കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ പൂച്ച ഓട്ടയുടെ മുകളിൽ കാറിലേക്ക് ചാടുവാണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.